ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാട ദിനത്തിൽ ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടികൾ, നാളെ ഓണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പൂത്തറയൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇത് ഇച്ചിരി ലൂസായിരുന്നു മാവ്, അപ്പോൾ എനിക്ക് വരയ്ക്കാനൊന്നും പ്രോപ്പറായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എനിക്കറിയാവുന്ന പോലെ ഒരു ചെറിയ ഡിസൈനൊക്കെ ഞാൻ ചെയ്തു. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ വരയ്ക്കുന്ന കണ്ട ഒരു ഓർമ്മയിൽ ഞാൻ ചെയ്യുന്നതാണ്. അമ്മയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ വരയ്ക്കാം. അതുപോലെ ഒന്നും ആയില്ല കേട്ടോ. അവസാനമൊക്കെ ആയപ്പോൾ എന്തൊക്കെയോ ആയി, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പൂത്തറ ഭയങ്കര ഈസി ആയിട്ട് അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു. ഒരു ടയർ വെച്ചിട്ട്, നിങ്ങൾക്കൊക്കെ അങ്ങനെ അടുത്ത കൊല്ലമൊക്കെ ഓണത്തിന് ചെയ്യാം കേട്ടോ. ടയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ്, നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല അടിപൊളി പൂത്തറയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പൂവൊക്കെ വളരെ കുറച്ചാട്ടോ കിട്ടിയത്. പൂ വാങ്ങിക്കാൻ പോകാൻ ഒടുക്കത്തെ തിരക്കായിരുന്നു. തൃപ്പൂണിത്തറയ്ക്കൊന്നും അടുക്കാനേ പറ്റില്ല, അത്ര തിരക്കും ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ അടുത്തു നിന്നാണ് പൂ വാങ്ങിച്ചത്. അവിടെ ആകെ ഇത്രയും കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു. ഈ ഒരു 5 കളേഴ്സ് കൊണ്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു ചെറിയ പൂക്കളം നമുക്ക് സെറ്റ് ചെയ്യണം. ഇവിടെ കാർ പോർച്ചിലാണ് നമ്മൾ ഇടാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. അതെ അതെ, ഞാനിന്ന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഓണം കൊള്ളാനുള്ള തുമ്പപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തൃക്കാക്കരപ്പനെ ഒക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നെന്താ നിങ്ങൾ പറയാറ്? അയ്യോ, ഞങ്ങളുടെ അവിടേക്ക് തൃക്കാക്കരപ്പൻ എന്താണെന്നറിയോ? അയ്യോ, ഞാൻ പറഞ്ഞത് എന്താന്ന്, തൃക്കാക്കരയില് മഹാബലിയുടെ ഒരു അമ്പലമുണ്ട്. അത് ആദ്യമായിട്ടാട്ടോ. ഞാൻ വേറെ പാട്ടിടാൻ പോട്ടോ. എങ്ങനെ വിളിക്കൂല്ലേ ഇത്? എൻ്റെ വീട്ടിലൊക്കെ സാധാരണ തൃക്കാക്കരപ്പനെ അണിയിക്കുന്നത് ഇങ്ങനെയല്ല. ഞങ്ങളൊരു ത്രെഡ് മാവിൽ മുക്കിയിട്ട് ഡിസൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഈർക്കിളിയോ അല്ലെങ്കിൽ ചെറിയൊരു കോല് വെച്ച് മാവിൽ മുക്കി ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് പതിവ്. ഇവിടെ ഇങ്ങനെ മുകളിലേക്കൂടെ ഒഴിക്കുവാണ് ചെയ്യുന്നത് മാവ് കേട്ടോ. അപ്പോൾ ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എല്ലാ സൈഡിലേക്കും മാവ് വീഴുമ്പോൾ അതൊരു ഡിസൈനായി. പിന്നെ കിച്ചുത അവിടെ അട ഉണ്ടാക്കാനുള്ള വാഴയിലൊക്കെ തുടച്ച് വയ്ക്കുകയാണ്. നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവും ശർക്കരയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അമ്മ തലേദിവസം തന്നെ നാളെ സദ്യക്ക് വേണ്ട എല്ലാ കഷ്ണങ്ങളും, അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ വേവിച്ച് വയ്ക്കുന്നു. കാളൻ ഉണ്ടാക്കുന്നുണ്ട്, ഇഞ്ചിക്കറിയൊക്കെ തലേദിവസമേ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ അച്ഛൻ ഇപ്പുറത്ത് പൂവൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, അച്ഛൻ അമ്മേനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാനും എല്ലാം. നാളേക്ക് വേണ്ട സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അട ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് പരത്താനൊന്നും അറിയില്ല ഞാൻ, പക്ഷേ ട്രൈ ചെയ്യാം. അമ്മ പരത്തി തരാം. ഞാൻ ശർക്കര ഉള്ളിൽ ഫില്ല് ചെയ്ത് അത് എടുത്തു വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഒരെണ്ണം ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇത്ര അട നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര എടുത്ത് വയ്ക്കാം. എൻ്റെ വീട്ടിലൊക്കെ അട ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും അടയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഇവിടെ ഇവര് ഓണത്തിന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ വൈകിട്ട് ചായ കുടിക്കുമ്പോൾ. പിന്നെ അതെന്താ കറുത്ത? പിന്നെ മാവട ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ അട ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഡോർമ വെച്ചിരിക്കുന്ന കൈപ്പത്തികളാണ് കേട്ടോ. കൈ മാവിൽ മുക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മാറ്റണം. പിന്നെ പൂജാമുറിയുടെ ഡോർമയുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറ്റി നമുക്ക് പുതിയത് സെറ്റ് ചെയ്യാം.
കിച്ചു ആണ് പൂക്കളൊക്കെ വരച്ച് തന്നത്. ആകെ 5 കളർ പൂവേ ഉള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന അത് ഉൾക്കൊള്ളാവുന്ന ഒരു പൂക്കളായിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ വരച്ചത് കറക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊരു എക്സ്ട്രാ ഗ്രീൻ കളറും കൂടെ എടുത്തു, ഇലകൾ വെട്ടി കട്ട് ചെയ്തിട്ട്. അപ്പം അച്ഛനും ഞാനും കൂടെ പൂക്കളൊക്കെ സെറ്റാക്കി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആവാറായി. പിന്നെ ഞാൻ എന്താ മാവിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ ഡോർമ വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇത്ര നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ആഗ്രഹപ്രകാരം വേഗം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അത് ഓണം കൊണ്ടതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് മാവേലി കണ്ട് സീനാവും. അത് ശരിയാ. ബുദ്ധൻ്റെ വീഡിയോ ബുദ്ധൻ്റെ ഒരു പടം ഈ ചാനലിൽ ഓൺ പ്രോസസ്സിംഗ് ആണ്. ഞങ്ങൾ അടിപൊളിയാക്കും. എടാ അതില് മാവേലിക്കുള്ളതാ. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഓണം കൊണ്ടു കേട്ടോ. ഒരു 2:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ, എന്നിട്ടാണ് ഓണമൊക്കെ കൊണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങിയത്. അപ്പോൾ അച്ഛൻ ദാ ഇതൊക്കെ ചെയ്യുവാണ്. എൻ്റെ വീട്ടിലെ അമ്മയാണ് ചെയ്യുന്നത്. അമ്മയും ഞാനൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തീരുമായിരുന്നു. പക്ഷേ ഇവിടെ ഇച്ചിരി ടൈമൊക്കെ എടുത്ത് ഒരുപാട് സമയമൊക്കെ ഇരുന്നിട്ട് ഞാനിങ്ങനെ എവിടെയൊക്കെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തേങ്ങ വെക്കുന്നത് ഇവിടെ വെച്ചാൽ മാവേലി പോസ്റ്റാ. നമ്മൾ തുമ്പപ്പൂ ഇങ്ങനെ വിതറുന്നത് അകത്ത് വരെ വിതറി കൊടുക്കുന്നുണ്ട്. അത് മാവേലിനെ വരവേൽക്കുന്നതാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അകത്ത് വരെ പൂജാമുറി വരെ ഇട്ടിട്ടുണ്ട് തുമ്പപ്പൂ. പിന്നെ സച്ചുവിൻ്റെ ഓണം എന്ന് പറയുമ്പോൾ ഉള്ള ഓർമ്മകൾ രാവിലെ വിളിച്ച് എഴുന്നേപ്പിക്കും. മര്യാദയ്ക്ക് ക്ലിയർ ആയ രീതിയിൽ പറ. രാവിലെ വിളിച്ച് എഴുന്നേപ്പിക്കും. പൊട്ടനപ്പാട് നോക്കിക്കോ അങ്ങോട്ട്. മര്യാദയ്ക്ക് പറഞ്ഞ രാവിലെ എനിക്ക് ഉറക്കപ്പിച്ചിട്ട് ഈ ചെയ്യണൊക്കെ ഇങ്ങനെ നോക്കിയേക്കും. മാവേലിക്ക് പറഞ്ഞ ആരണ്ട് വരും ഏഴെ എതിരേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കഥ. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? മറ്റന്നാളെ ഓണം ഇന്ന് ചെയ്തു വെച്ച്. എങ്ങനെയൊക്കെ പറയണ. ഇന്നാണ് ഓണം, വെളുപ്പിനാണ് നമ്മൾ ചെയ്യണത്. മാവേലി തിന്നണേന് പട തിന്നു മാവേലിയുടെ. വെറുതെ പറയണ കേട്ടോ. ഞാൻ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നു. സച്ചിനെ ഞാൻ എണീറ്റപ്പോൾ തുടങ്ങി വിളിക്കുന്നതാണ്, പക്ഷെ അവൻ എഴുന്നേറ്റില്ല. ഇന്നലെ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഓണത്തിൻ്റെ അടയാണ്. പിന്നെ ദാ ശരത്തേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഓണമൊക്കെ വിഷ് ചെയ്ത് പോയി. പിന്നെ ഞാൻ പൂക്കളൊക്കെ ഒന്ന് വന്ന് കണ്ടു. ദാ സച്ചു കണ്ടോ ശോകമായിട്ടിരിക്കുന്നു. ഞാൻ അമ്പലത്തിൽ വരാത്തതിന് വഴുക്കായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മുഖം. പിന്നെ ഞാൻ ഓണക്കോടിയൊക്കെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ കൊടുക്കാനുള്ള ഓണക്കോടിയൊക്കെ കവറിലാക്കിയൊക്കെ വെച്ചു. അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മ ദാ എല്ലാ കറികളും റെഡിയായി വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ കിച്ചടി, മോര്, സംഭാരം, പിന്നെ ദാ ഇത് നമ്മുടെ എന്ത് കറി, കൂട്ടുകറിയോ എന്താ, മുന്തിരിയൊക്കെയുള്ള കറി, പിന്നെ സാമ്പാർ, അവിയൽ, അങ്ങനെ എല്ലാം ഓൾ സെറ്റായിട്ടുണ്ട്. കാളൻ, അച്ചാറുകൾ, പായസങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ട് 2 കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ചിപ്സ്, പഴം, ഓൾ സെറ്റ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണല്ലോ. ആ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ സേബിൾ വേഗം ഇത് എന്തോരം. ഹാപ്പി ഓണം. വെൽക്കം ടു മൈ വ്ളോഗ്. വെൽക്കം ടു മൈ വ്ളോഗ്. കം ഓൺ കുട്ടായി മാമ.
മനു മനു ഓണത്തിന് എല്ലാവരും കൂടെ ഇരുന്ന് സദ്യ കഴിക്കുന്നതും പായസം കഴിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു ഫീലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുത്തെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇതാ അമ്മയുടെ അമ്മാവൻ്റെ മക്കളായോ എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല, അവർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ബേബിയാണത്, അല്ലി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവൾ വന്നു. മമ്മി എൻ്റെ ബ്യൂട്ടിഫുൾ എറണാകുളത്ത് സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാനും സച്ചും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ കുഞ്ഞി എന്നെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഓണം ഗിഫ്റ്റുകൾ പിടിച്ചോ. നിക്ക് ഓണം ഫ്രോക്ക് അമ്മമ്മയുടെ മുണ്ട് നോക്കി അമ്മമ്മ എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി മുണ്ടാണ് ഞാൻ ഇട്ടേണ്. കുഞ്ഞടോ എന്നാ ഹാപ്പി ഓണം. പാൻറ്റും കിട്ടിയില്ലാന്ന് പറയണ്ട. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ അത്. ബാക്ക് ടു മൈ ഹോം. ഇന്ന് നമുക്കിവിടെ ഓണം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാപ്പി ഓണം. വരൂ ബർത്ത്ഡേ ഗിഫ്റ്റ്. വാ കേറ്. ഈ ഓണത്തിന് ചക്കരയും ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്ത്. അപ്പോൾ അമ്മ വന്നപ്പോൾ തന്നെ അവർക്ക് പായസമൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തു. കസേര കളിയൊക്കെ കളിച്ചു കേട്ടോ. കുറേ നാളായി ഇതൊക്കെ കളിച്ചിട്ട്. അപ്പോൾ കുഞ്ഞുലക്ഷ്മിയാണ് ഫസ്റ്റ് ഔട്ടായത്. അതിൻ്റെ ദേഷ്യത്തിൽ അവൾ എന്നെ വന്ന് നല്ലൊരു അടി അടിച്ചിട്ടോ. എനിക്ക് ശരിക്കും വേദനിച്ചു. എനിക്ക് ദേഷ്യമൊക്കെ വന്ന് എനിക്ക് ഒരെണ്ണം തിരിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ഷമിച്ചു. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ ചക്കര ഔട്ടായി. തേർഡ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഔട്ടായി. എനിക്ക് ഔട്ടായപ്പോൾ മനസ്സിലായിട്ടോ കുഞ്ഞിയുടെ വിഷമം. അങ്ങനെ ഫൈനൽ റൗണ്ടിൽ നമ്മുടെ ദേവുട്ടി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവുട്ടിക്ക് എൻ്റെ വക ഒരു ഫ്ലവറായിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഡാൻസും പരിപാടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുലക്ഷ്മി കരഞ്ഞ് റൂമിൽ പോയിരിക്കുക കേട്ടോ. അപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ പോയി. എടി ആ കളി കഴിഞ്ഞ് അടുത്ത കളിയായി. വാ നാളെ ഡാൻസ് സൂപ്പറായിട്ട് കളിച്ചു. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു ഗൈസ്. പറ താങ്ക് യു.
ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ടൊരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും വീണ്ടും ഒരു സദ്യ കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സൊക്കെ മുകളിൽ പോയി അവിടെ ഇരുന്ന് വെറുതെ പാട്ടും ഡാൻസും കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ ദിവസം. പിന്നെ നെക്സ്റ്റ് ഡേ ഓണം കഴിഞ്ഞ അടുത്ത ഡേ തന്നെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. എല്ലാ ഓണത്തിനും വിഷുവിനും എല്ലാവരും ക്രിസ്മസിനൊക്കെ എല്ലാവരും വരും. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് എല്ലാവരും വന്നത്. അപ്പോൾ ഞാനും സച്ചിയും വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും കുഞ്ഞുലക്ഷ്മിയും ഒക്കെ കൂടി. അപ്പോൾ ദാ വല്യമ്മയുടെ മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും അമ്മമ്മയുടെ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുവാണ്. പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന് ഇതാ ഒരു നോൺ വെജ് സദ്യ കഴിച്ചു. അമ്മൂമ്മ നല്ല ചിക്കൻ, അമ്മൂമ്മയല്ല വല്യമ്മമാരൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു സദ്യ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. എൻ്റെ ഫ്രണ്ട്സ് ആരും പോയിട്ടില്ല, അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിയുടെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ്ങൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി കേക്കൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഞാനമ്മ എന്തൊക്കെയോ പാട്ട് പാടാം കേട്ടോ. ദെൻ ഞങ്ങൾ പോകുന്ന വഴി ഒരു കേക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. ടീച്ചർ അമ്മയുടെ അവിടെ നിന്ന് കണ്ണനും ധ്യാനുട്ടനും ലക്ഷ്മി ചേച്ചിയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുവാണ്. കുഞ്ഞുലക്ഷ്മി അങ്ങനെ 11 വർഷമായി ഭൂമിയിൽ ജനിച്ചിട്ട് അല്ലേ? വളരെ പെട്ടെന്നായിരുന്നു, ടൈം ഫ്ലൈസ് ആയിട്ട്. അപ്പൊ ഇത്രയും വേഗം വലുതാവും. എനിക്ക് വ്ളോഗിന് പറയാൻ അറിയില്ല. നല്ല അഭിപ്രായം. ഗബ്രി കുഞ്ഞെ അത് എനിക്ക് വേണം കേട്ടോ. വലിയ പൂന്റെ തല ഒന്ന് മാറ്റും. എനിക്ക് അങ്ങനെ ഒരു അറിയുള്ളൂ. വ്ളോഗിൽ കിട്ടിയടാ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓണംകളി പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. കുറച്ച് നേരം കണ്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. കാരണം എനിക്കും സച്ചിക്കും വീണ്ടും തിരികെ എറണാകുളത്തോട്ട് വരണമായിരുന്നു. അപ്പോൾ കുഞ്ഞി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ സാധാരണ കുറച്ച് ദിവസം നിൽക്കാറുണ്ട് വന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇപ്രാവശ്യം നിൽക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു അൽഫാമൊക്കെ വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കരച്ചിൽ മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ ടാറ്റ ബൈ പറഞ്ഞു പോകുന്നു. അപ്പോൾ എൻ്റെ ഈ കുട്ടി ഓണം വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.